ഷാങ്ഹായ് വികസന ഓർഗനൈസേഷൻ അതിൻ്റെ 2 രാജ്യങ്ങൾ എണ്ണ സമ്പന്നമാണ്. അതെ, റഷ്യയും ഇറാനും. 2 വൻപൻ ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഹൈഡ്രോ കാർബൺ, അതായത് പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അപ്പോൾ റഷ്യയും ഇറാനും ചേർന്ന് ചൈനയുടെയും ഇന്ത്യയുടെയും ഊർജ ആവശ്യത്തിൻ്റെ, പ്രത്യേകിച്ച് കൺവെൻഷണൽ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് എനർജി റിക്വയർമെൻറ്റിൻ്റെ സിംഹഭാഗവും നിറവേറ്റുമെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ട്രേഡ് കാര്യങ്ങളൊക്കെ അത്രയും പ്രസക്തമായ കാര്യങ്ങളല്ല. നമ്മുടെ പണം എവിടെയാണ് പോകുന്നത്? എണ്ണ വാങ്ങാനാണ് നമ്മുടെ പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പോകുന്നത്. അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങണം, വിമാനങ്ങൾ വാങ്ങണം, വിമാന യന്ത്രം വാങ്ങണം, മറ്റ് പടക്കോപ്പുകൾ വാങ്ങണം. അങ്ങനെയൊക്കെ വാങ്ങുന്ന കാലം കഴിഞ്ഞു എന്ന ഹംബിൾ സിമ്പിൾ റിമൈൻഡർ അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് SCOയിൽ ആക്റ്റീവ് റോൾ എടുക്കുക. അതോടൊപ്പം തന്നെ 3 സന്ദർശനങ്ങൾ വരുന്നു. അതെ, ഒന്ന്, വ്ളാഡിമിർ പുടിൻ കംസ് ടു ഇന്ത്യ ഇൻ ഡിസംബർ. ട്രംപാണ് വരേണ്ടിയിരുന്നത്. എന്തിനാണ്? ഈ 4 രാഷ്ട്രങ്ങളുടെ ചതുർരാഷ്ട്ര സഖ്യം ക്വാഡിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 2ാം ഊഴത്തിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യ ഭാരത സന്ദർശനം ആകുമെന്ന് പ്രതീക്ഷിച്ച സന്ദർശനം ക്യാൻസൽഡ്. അതെ, തീർച്ചയായും. അതിനർത്ഥം എന്താ? ക്വാഡ് ഹാസ് ബിക്കം റിഡണ്ടന്റ്, അല്ലേ? അപ്രസക്തമായി മാറി. ജപ്പാൻ ഇല്ലാത്ത ഒരു സുരക്ഷാ ഭീഷണി, ഇന്ത്യക്കില്ലാത്ത ഒരു സുരക്ഷാ കൺസേൺ എന്തിന് അന്യദേശത്തുള്ള അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ, ഇൻഡോ പസഫിക് റീജിയനിൽ എന്തിന് ജപ്പാന്റെയും ഇന്ത്യയുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. സൈനികമല്ലെങ്കിൽ പോലും ഒരു നാവിക സഖ്യമെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഓസ്ട്രേലിയ, തീർച്ചയായിട്ടും ഓസ്ട്രേലിയ സെക്യൂരിറ്റി ഭീഷണി നേരിടുന്നു. ആ രീതിയിലില്ല ജപ്പാൻ ചൈനയിൽ നിന്ന് നേരിടുന്നതും ഇന്ത്യ ചൈനയിൽ നിന്ന് നേരിടുന്നതുമായ ഭീഷണിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഭീഷണി തുലം പരിമിതമാണ്.